ഹായ് വെൽക്കം ടു ഡീക്ലട്ടറിങ് മൈസെൽഫ്. ഇന്ന് നമുക്ക് ദൃശ്യം 3യുടെ ഒരു റിവ്യൂ നോക്കാം. അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് കളക്ഷനാണല്ലേ, റെക്കോർഡ് കളക്ഷനും റെക്കോർഡ് പ്രീ ബുക്കിങ്ങും വിത്തിൻ 24 hours തന്നെ ഒത്തിരി ബുക്കിങ്ങൊക്കെ വന്നൊരു സിനിമയാണ്. അപ്പം അത്രയ്ക്കൊക്കെ ഈ സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ വർത്താണ്. നമ്മൾ കൊടുക്കുന്ന കാശിന് വർത്തായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പം സിനിമ ഇനി കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ദൃശ്യം 1, 2, 3 അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ദൃശ്യം സെക്കൻഡിൽ നമ്മൾ കണ്ട പോലെ ഇങ്ങനെ ഭയങ്കരമായ ട്വിസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത്രയ്ക്കൊരു ട്വിസ്റ്റ്. കാരണം സെക്കൻഡ് ഞാൻ കുറേ കൂടെ വണ്ടറായിരുന്നു ട്വിസ്റ്റൊക്കെ കണ്ടിട്ട്. ഇതെനിക്ക് അത്രയും ട്വിസ്റ്റിൽ അത്രയും ഇതായിട്ട് തോന്നിയില്ല. കുറച്ചൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് സിനിമ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇമോഷണലി കണക്റ്റായ ഒരു സ്റ്റോറിയാണ്. ആൻഡ് ഭയങ്കര നല്ല രീതിയിൽ അവരത് പോർട്രേ ചെയ്തിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. ആൻഡ് ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് ആ ഒരു ഇതിൻ്റെ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദൃശ്യം ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കുറച്ച് ഗ്ലിംസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ തൊട്ടേ ആ ഒരു ഇമോഷണൽ കണക്ഷൻ സിനിമയായിട്ട് ഫീൽ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ആ ഒരു ഫാമിലി കടന്നുപോയ ആ ഒരു ട്രോമയും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഭയങ്കര വ്യക്തമായിട്ട് തന്നെ നമുക്കത് കുറച്ചുകൂടി കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് ആ സിനിമ പോയിട്ടുള്ളത്. ആൻഡ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പാസ്റ്റ് നമ്മളെങ്ങനെ വീണ്ടും വീണ്ടും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലിപ്പോൾ റൈറ്റ് ചെയ്താൽ റോങ് ചെയ്താൽ ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസും ആ ഒരു ഡിലമയും എല്ലാം സിനിമയിൽ നന്നായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദൃശ്യം 4 ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു സിനിമയുടെ എൻഡ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവരും പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാവരും പോയി കാണുക, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു.